الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതം പലപ്പോഴും പലതിനോടും പലരും ഉപമിക്കാറുണ്ട്. നമ്മൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരു ചെറിയ പുസ്തകത്തോട് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. നമ്മൾ കടകളിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധാരണ വാങ്ങാറുള്ള ഒരു ചെറിയ നോട്ട് പുസ്തകം, എഴുതാൻ ഉപയോഗിക്കുന്ന, നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ചെറിയ പുസ്തകം പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. പക്ഷെ ഒരു പ്രത്യേകത, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുസ്തകത്തിൽ എത്ര പേജുകളുണ്ട് എന്ന് വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിൽ എത്ര പേജുകളുണ്ട് എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഓരോ പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിത പുസ്തകത്തിലേക്ക് നമ്മളൊരു പുതിയ പേജ് തുന്നിച്ചേർക്കുന്ന അല്ലെങ്കിൽ എഴുതി ചേർക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഉപമയെ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം എത്ര പേജുകളുണ്ട് എന്നറിയാത്ത ഒരു നോട്ട് പുസ്തകം പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. സഹോദരങ്ങളെ, സാധാരണ ഒരു പുസ്തകത്തിൽ നമ്മൾ പലതും എഴുതാറുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയത് വായിച്ചു നോക്കാൻ നമുക്ക് അവസരമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിത പുസ്തകത്തിൽ നമ്മൾ എഴുതി ചേർക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ എന്തൊക്കെയാണ് എന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യരായ നമുക്കെല്ലാവർക്കും സാധിക്കും.
ആ എഴുതി രേഖപ്പെടുത്തിയ ജീവിത പുസ്തകത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ തിരുത്താൻ, തെറ്റുകൾ മായ്ച്ചു കളയാൻ മനുഷ്യന്റെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മളൊരു പുതിയ വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തുടക്കം തന്നെ പറയാം, പരിശുദ്ധ ഇസ്ലാമിൽ ഒരു പുതുവർഷത്തിന് വലിയ പ്രാധാന്യമോ അല്ലെങ്കിൽ പ്രത്യേകമായ ആഘോഷങ്ങളോ അതൊന്നും ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഖുത്ബ പറയുന്നത്? നമ്മൾ ആലോചിക്കാൻ വേണ്ടി, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി, നമ്മുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ അനുയോജ്യമായ ഒരു സാഹചര്യം എന്ന നിലയിലാണ് ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ സാധാരണ ഖുത്ബ പറയുന്ന ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാറുള്ളത്. ഒരു കലണ്ടർ മാറ്റി പുതിയ ഒരു കലണ്ടർ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത്? ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കാറുള്ളത്? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമ്മുടെ മരണത്തിൻ്റെ സമയത്തിലേക്ക് അടുക്കുകയാണ് എന്ന പാഠമാണ് ഓരോ പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോഴും ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്. 2025 സ്വീകരിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. 2025 സ്വീകരിക്കുകയും ആ 25 ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഒരുപക്ഷെ നമ്മുടെ തൊട്ട് സമീപത്തുള്ള ഖബർസ്ഥാനിൽ 2025 പിറന്നത് മുതൽ ഈ സമയം വരെ മരിച്ചുപോയ എത്രയോ ആളുകളുടെ ഖബറുകൾ, ആ ഖബറുകൾ കണ്ടവരും അവരെ സന്ദർശിച്ചവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമസ്കരിച്ചവരും ഒക്കെയാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും. അവരാരെങ്കിലും വിചാരിച്ചിരുന്നു 2025 സ്വീകരിച്ചപ്പോൾ ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വർഷമായിരിക്കുമെന്ന്? അവരാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ? 2026 സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാവുകയില്ല, 2026 പിറക്കുമ്പോൾ ഞാൻ ഖബറിലായിരിക്കുമെന്ന് അവരാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകുമോ? സാധ്യത കുറവാണ്. സഹോദരങ്ങളെ, നമ്മളൊരു പുതിയ വർഷത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. ഒരുപക്ഷെ ഈ സംസാരിക്കുന്ന എനിക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്ക് 2026 സ്വീകരിക്കാൻ അവസരമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി 2026 സ്വീകരിച്ചാൽ നമ്മളിൽ പല ആളുകളുടെയും മരണത്തിൻ്റെ വർഷം 2026 ആകാം. അത്രമാത്രമാണ് നമുക്ക് ആയുസ്സുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ അടുത്തു എന്ന ഒരു ചിന്തയാണ് വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അല്ലാഹു പറഞ്ഞു, എല്ലാ ആത്മാവുകളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. മരിക്കാതെ ലോകത്തൊരാളും ബാക്കിയാവുകയില്ല. മനുഷ്യനായി ലോകത്തേക്ക് പിറന്നു വീണിട്ടുണ്ടോ അവന് മരണമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. മരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് അവൻ ജനിച്ചു എന്നുള്ളതാണ്. സാധാരണ പണ്ഡിതന്മാരത് പറയാറുണ്ട്, മരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് അവൻ ജനിച്ചു എന്നുള്ളതാണ്. നമ്മൾ ജനിച്ചവരാണ്, അതുകൊണ്ട് തന്നെ ഒരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. മണ്ണിൽ നിന്നാണ് അല്ലാഹു നമ്മളെ പടച്ചത്. ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. ആ മണ്ണിൽ നിന്ന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ, മരണത്തോട് അടുക്കുകയാണ് എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾ സമയം കാണേണ്ട ഒരു സന്ദർഭമാണിത്. അത്തരമൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മരിക്കുമെങ്കിൽ, മരണമെന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ കളിയും തമാശകളുമായി കഴിച്ചുകൂട്ടാനുള്ളതാണ്. മറിച്ച് ഈ ജീവിതത്തിനപ്പുറം ഒരു ലോകം വരാനുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു വിശ്വാസികളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഓരോ ആത്മാവുകളും ഓരോ മനുഷ്യരും നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നോക്കട്ടെ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നാളെ പരലോകത്തേക്ക് വേണ്ടി വിഭവങ്ങൾ തയ്യാറാക്കി വെക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മഹാനായ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ ത്വബരിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ യഖൂലു വൽ യൻദുർ അഹദുകും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമ മിനൽ അഅമാൽ. അദ്ദേഹം പറയുന്നത്, അന്ത്യനാളിലേക്കായി എന്ത് സൽക്കർമ്മമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നാണ്, നോക്കട്ടെ എന്നാണ്. ഇത് നമ്മളോടുള്ള ചോദ്യമാണ്, ഖുർആനിന്റെ കൽപ്പനയാണ്.
എന്താണ് നിങ്ങൾ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി വെക്കണമെന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ മറുപടി എന്താണ്? ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ മറുപടി എന്താണ്? നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എല്ലാ പ്രഭാതത്തിലും എല്ലാ രാവിലെയും ഒരു മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറയും, അല്ലെങ്കിൽ ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയുമെന്ന് അദ്ദേഹം പറയാണ്. എന്താ വിളിച്ചു പറയുന്ന ആള് പറയുന്നത്? യബ്ന ആദം, ആദമിന്റെ സന്തതികളെ നമ്മളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. യബ്ന ആദം, ആദമിന്റെ മക്കളെ, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്, ഞാനൊരു പുതിയ ദിനമാണ്. വഅല അമലിക ഷഹീദ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ ദിവസം സാക്ഷിയാണ്. വഅല അമലിക ഷഹീദ് ഫതസവ്വദു മിന്നി, അതുകൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. കാരണം എന്താ? ഫഇന്നി ലഅഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ അവസാനിച്ചു കഴിഞ്ഞാൽ, ഞാൻ മടങ്ങിയാൽ പിന്നെ എനിക്കൊരു തിരിച്ചു വരവില്ല. നോക്കൂ നിങ്ങൾ, ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു, ആ ദിവസം കഴിഞ്ഞുപോയി. ഇനി ആ വ്യാഴാഴ്ച ദിവസത്തിനൊരു മടക്കമുണ്ടോ? ഇല്ല. ആ വ്യാഴാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നലെ നാം ചെയ്തിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇനി ആ ദിവസം മടങ്ങി വരുന്ന എപ്പോഴാണ്? ഹിസാബിന്റെ സമയത്താണ്, വിചാരണയുടെ സമയത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന സമയത്തെ, നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങളെ, നമുക്ക് ലഭിക്കുന്ന മാസങ്ങളെ, നമുക്ക് ലഭിക്കുന്ന വർഷങ്ങളെ നന്മയിൽ ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതെന്ന ആയത്തുകളിൽ നിന്ന് ആ യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ ബിസൂഖിൻ ദാഖിലൻ, നബി ഒരു അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു. നബി ഒരു ആൾത്തിരക്കുള്ള ഒരു അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു. അവിടെ പല ആളുകളുമുണ്ട്, അവിടെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. ആ അങ്ങാടിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കാണുകയാണ്. ഒരു ചത്ത ആട്ടിൻകുട്ടിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആട്ടിൻകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ സഹോദരങ്ങളോട്, സഹാബികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദ്റഹം. ആ ആട്ടിൻകുട്ടിയെ പിടിച്ച് പ്രവാചകന്റെ ചോദ്യം ഇതാ, ഒരു ദിർഹമിന് ആരാണ് ഇതിനെ വാങ്ങുക എന്നുള്ളതാണ്. ഒരു ദിർഹമിനെ ആരാണ് ഇതിനെ വാങ്ങുക എന്നുള്ളതാണ്. ആ ആട്ടിൻകുട്ടിയാണ് എങ്കിൽ ന്യൂനതകളുള്ള ആട്ടിൻകുട്ടിയാണ്, ചത്തതാണ്, ന്യൂനതയുള്ളതാണ്. സ്വഹാബികൾ ആരും അതിന് തയ്യാറായില്ല. അവര് പറഞ്ഞത്, ഒന്ന്, അതിന് ന്യൂനതയുണ്ട്, രണ്ടത് ചത്തതാണ്, എന്ത് ഉപകാരമുള്ളത്, അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ച ഒരു വാചകം, ആ ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും നിങ്ങൾ ജീവിക്കുന്ന ദുനിയാവിനില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. നമ്മൾ ഏതിന്റെ പിറകെയാണ് ഓടുന്നത്? സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഏതിന്റെ പിറകെയാണ് ഓടുന്നത്? ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലുമില്ല എന്ന് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദുനിയാവിന്റെ പിറകെ, ദുനിയാവിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ആളുകളാണ് നമ്മൾ. അതിന്റെ പിറകെയാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഓടിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ച മറ്റൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ ഒരു കടലിലേക്ക്, ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ഒരു കടലിലേക്ക് തന്റെ ഒരു വിരൽ മുക്കിയാൽ ആ വിരൽ അയാൾ വലിച്ചെടുക്കുമ്പോൾ എത്രമാത്രം കുറച്ചു വെള്ളമാണോ അയാളുടെ കൈകളിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന, അതാണ് ദുനിയാവ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പുതിയ വർഷം സമാഗതമാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെയും എന്നെയും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക്, നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ, ഒന്നുകൂടെ നമ്മൾ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടവരെന്ന നിലയിൽ ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെയും ദിവസങ്ങളെയും നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന മഹാദൗത്യത്തെ നമ്മൾ മറന്നുപോകാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ മുന്നറിയിപ്പ് നോക്കൂ നിങ്ങൾ. ഖുർആൻ പറഞ്ഞത്, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാതുറൻ ഫിൽ അംവാലി വൽ ഔലാദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്താണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇഹലോക ജീവിതം എന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുകളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് എന്ന ഖുർആനിന്റെ താക്കീത് നമുക്കുള്ളതാണ്. നമ്മളിൽ പല ആളുകളും ഇതിന്റെ പിറകെയാണ്. നമ്മൾ അഹങ്കരിക്കുന്ന ആളുകളാണ്, നമ്മൾ അലങ്കാരങ്ങളുടെ പിറകെയാണ്, നമ്മൾ ദുരഭിമാനത്തിന്റെ പിറകെയാണ്. മക്കളിൽ, അതേപോലെ തന്നെ സമ്പത്തിൽ, തറവാടിത്തത്തിന്റെ പേരിൽ ദുനിയാവിലെ സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ പിറകെയാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ സൂറത്ത് നമ്മൾ ഒരുപാട് തവണ ഓതിയ ഒരൊറ്റ സൂറത്ത് നമ്മൾ പഠിച്ചിരുന്നുവെങ്കിൽ, അർത്ഥസഹിതം പഠിച്ചിരുന്നുവെങ്കിൽ ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുകയില്ല. അല്ലാഹു പറഞ്ഞു, അൽഹാകുമുത് തകാതുർ,
അൽഹാകുമുത് തകാതുർ, നിങ്ങളുടെ ഈ പെരുമ നടിക്കലുണ്ടല്ലോ, ഈ അഹങ്കാരം കാണിക്കലുണ്ടല്ലോ, അതൊക്കെ അവസാനിക്കുമെന്നാണ്, അതൊക്കെ തീരുമെന്നാണ്. ഏതുവരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ, ഖബറുകളിലേക്ക് എത്തുന്നത് വരെ മാത്രമായിരിക്കും നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ തറവാട്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, ഇതൊന്നും ഉണ്ടാവില്ല അവിടുന്ന്. നമ്മുടെ മരണ വാർത്ത കേട്ടാൽ അവരൊക്കെ കബറിൽ വെക്കാൻ മത്സരിക്കും, നമ്മളെ വേഗം മറമാടാനാണ് അവരെല്ലാവരും മത്സരിക്കുക. അതാണ് നബിയുടെ ചര്യയും. പക്ഷെ നോക്കൂ നിങ്ങൾ, അവിടെ മുതൽ നമ്മൾ തനിച്ചാണ്. ഖബറിലെ ജീവിതം മുതൽ നമ്മൾ ഓരോരുത്തരും തനിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണ് ചിമ്മുന്ന ഒരു ദിവസമുണ്ട്, നമ്മളെ വെള്ള തുണി കൊണ്ട് പുതക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആർക്കതിൽ നിന്ന് മാറിക്കാൻ പറ്റുക? അല്ലെ, നമ്മുടെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരോ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. നമ്മളിൽ പല ആളുകളും മരണ വീട്ടുകളിൽ പോയി അവരുടെ മുഖങ്ങൾ കണ്ട ആളുകളാണ്. ഇസ്ലാമിൽ മരണപ്പെട്ട വ്യക്തിയുടെ മുഖം കാണുന്നതിന് പ്രത്യേക കൂലിയൊന്നുമില്ല. അതിന്റെ അർത്ഥം അത് ഹറാമാണ്, തെറ്റാണെന്നൊന്നുമല്ല. പക്ഷെ അത് നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഒരു അവസാനത്തെ കാണാൻ വേണ്ടി ആളുകളൊക്കെ ക്യൂ നിൽക്കാറുണ്ട്, കാത്തു നിൽക്കാറുണ്ട്, തിക്കും തിരക്കും കൂട്ടാറുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പിലും ആൾക്കൂട്ടം വരുന്ന, നമ്മൾ മരിച്ചു എന്ന മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കപ്പെടുന്ന, ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ട്വിറ്ററിലുമൊക്കെ സ്റ്റാറ്റസ് ആയിക്കൊണ്ടുവരുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഇത്തരം ചിന്തകൾ എന്തുണ്ടാകണം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ആയത്ത് നമ്മളെ കുറിച്ചാണ്. ഈ ആയത്ത് ദുനിയാവിലെ ഏതെങ്കിലും മറ്റു മതക്കാരെ കുറിച്ചല്ല, മറിച്ച് പരലോകമാണ് ഉത്തമമെന്ന ബോധമുള്ള ആളുകൾ. അവർ ദുനിയാവിന്റെ പിറകെയാണെന്നാ, അവർ ദുനിയാവിനെ തെരഞ്ഞെടുത്ത ആളുകളാണെന്നാണ്. ഞാനും നിങ്ങളും ഏത് കൂട്ടത്തിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അസ്ലിഹു ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തെ നിങ്ങൾ നന്നാക്കണം. വഅമലു ലിആഖിറതികും, നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. അടുത്ത വാചകം എന്താ പറയുക? കഅന്നകും തമൂതൂന ഗദൻ, നാളെ നിങ്ങൾ മരിക്കുന്നതാണ്. നാളെ മരിക്കുമെന്നറിയുന്ന ഒരു മനുഷ്യൻ, എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലും മരണത്തെ മുഖാമുഖം കാണുന്ന ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടോ, അവരെ കണ്ടിട്ടുണ്ടോ എന്ന്. എൻ്റെ ജീവിതത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്ന, മരണത്തെ മുന്നിൽ കാണുന്ന, ഒരു പക്ഷേ നാളത്തെ പ്രഭാതം മരണശിക്ഷ വിധിച്ചു കഴിയുന്ന പല ആളുകളുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ, ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന്, എൻ്റെ മക്കളെ കാണാൻ, എൻ്റെ ബാപ്പയെ കാണാൻ, എൻ്റെ ഉമ്മയെ കാണാൻ എനിക്കിനി അവസരമില്ല എന്ന് തിരിച്ചറിഞ്ഞ കുറെ മനുഷ്യന്മാരുമായി സംസാരിക്കാൻ, അവരുമായി കൊണ്ട് സംവദിക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ പലപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കഥകളുണ്ട്, അവർക്ക് പറയാനുള്ള നഷ്ടബോധങ്ങളുണ്ട്. സഹോദരങ്ങൾ, നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. നമ്മൾ സ്വതന്ത്രരാണ്. നന്മകൾ ചെയ്യാൻ തടസ്സമല്ല, സമയത്തെ ഉപയോഗപ്പെടുത്താൻ തടസ്സമില്ല, നന്മകൾ പ്രവർത്തിക്കാൻ യാതൊരു പ്രയാസവും നമുക്കില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അമലുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രവാചകൻ പറഞ്ഞില്ലേ, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. നോക്കൂ നിങ്ങൾ, നല്ല ഒരു കൃഷിയിടമുള്ള മനുഷ്യൻ അതിൽ കൃഷി ചെയ്തിട്ടില്ല എങ്കിൽ അവനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അയാൾക്ക് നല്ല തോട്ടമുണ്ട്, നല്ല വളമുള്ള വളക്കൂറുള്ള മണ്ണുള്ള ഒരു തോട്ടമുണ്ട്, അയാൾ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ പറയുന്ന അയാൾ വിഡ്ഢിയാണ്, വിവരമില്ലാത്തവനാണ്, അയാൾ കാര്യങ്ങളെ കുറിച്ച് ബോധമില്ലാത്തവനാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ ബോധമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിലാണോ? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ 365 ദിവസം നമുക്ക് ലഭിച്ചു, 8760 മണിക്കൂറുകൾ നമുക്ക് ലഭിച്ചു, 5,25,600 മിനിറ്റുകൾ നമുക്ക് ലഭിച്ചു. എന്താ നമ്മൾ ചെയ്ത കൃഷി? എന്താ? അല്ലാഹു റസൂൽ പറഞ്ഞ ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടം എന്നാണ് ദുനിയാവ്. നമ്മൾ ചെയ്ത കൃഷി എന്താ? നമ്മൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹ് എത്രയുണ്ട്? നമ്മൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രയുണ്ട്? നമ്മൾ ഓതി തീർത്ത ഖുർആനിന്റെ പേജുകൾ എത്രയുണ്ട്? നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര റക്അത്ത് നമ്മൾ നമസ്കരിച്ചു? എത്ര രാത്രിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിച്ചു? ചോദിക്കണം നമ്മൾ നമ്മളോട്. സ്വന്തം ചോദിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. 2024 കഴിഞ്ഞു, 2025 സ്വീകരിച്ചു. ഇതാ ഒരു വർഷം കൂടി അവസാനിക്കാണ്. ഒരൊറ്റ ചോദ്യം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര പേജ് നമ്മൾ ഖുർആൻ പഠിച്ചു? എത്ര പേജ് നമ്മൾ ഖുർആൻ പഠിച്ചു? 2024 സുന്നത്ത് നമസ്കാരങ്ങളിൽ ഓതിയ അതേ സൂറത്തുകളാണ് ഇന്നും നമ്മളിൽ പല ആൾക്കാർ ഓതുന്നത്. അവിടെ നമ്മൾ ജയിച്ചിട്ടില്ല. ആ സൂറത്ത് നമ്മൾ എപ്പോൾ പഠിച്ചതാ? പണ്ട് മദ്രസയിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് മനപ്പാടമാക്കിയ സൂറത്തുകൾക്കപ്പുറം ഒരു 10 സൂറത്ത് പഠിക്കാൻ, ഒരു വർഷം കൊണ്ട് ഒരു 10 സൂറത്ത് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആർക്കാണ് സാധിച്ചത്? സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാണോ? സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാണോ?
നമുക്കൊക്കെ സൗകര്യങ്ങൾ കൂടിയതിന്റെ പ്രശ്നമാണ്. ഞാൻ വിമർശിക്കുകയാണ് എന്ന് വിചാരിക്കരുത്, കുറ്റപ്പെടുത്തുകയാണ് എന്ന് വിചാരിക്കരുത്. നമ്മളോടുള്ള സംസാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കണം, നമ്മൾ എന്ത് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തെ ലഭിച്ചിട്ട് ആ വർഷം കൊണ്ട് എന്താണ് പരലോകത്തേക്ക് വേണ്ടി ഞാൻ നേടിയത് എന്ന് ചോദിക്കാനും, തെറ്റുകളുണ്ട് എങ്കിൽ തിരുത്താനും, നാളേക്ക് വേണ്ടി അധ്വാനിക്കാനും നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമ്മളെ പഠിച്ചത് അവന് ഇബാദത്ത് ചെയ്യാനാണ്, അവനോട് പ്രാർത്ഥിക്കാനാണ്. അള്ളാഹു നമ്മളെ പഠിച്ചത് അള്ളാഹ് ഇബാദത്ത് ചെയ്യാനാണ്, നമസ്കരിക്കാനാണ്, നോമ്പ് തോൽക്കാനാണ്, സക്കാത്ത് കൊടുക്കാനാണ്, ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കാനാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാനാണ്. എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. മനുഷ്യന്റെ ശാരീരികമായ ആവശ്യ പൂർത്തീകരണം ഹലാലായ മാർഗത്തിലാണെങ്കിൽ അതിൽ പോലും കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് എന്ത് വേണം? കൂലി നേടാൻ വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കഠിനമായി കൊണ്ട് പരിശ്രമിക്കണം. അള്ളാഹു ജീവിതം സമ്മാനിച്ചത്, അള്ളാഹു മരിപ്പിക്കുന്നതിന് മുമ്പ് ഈ ജീവിതം തന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കണം. നമുക്കൊരവധി എത്തുമ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, എല്ലാ സമുദായങ്ങൾക്കും അവധിയുണ്ട്, എല്ലാ മനുഷ്യർക്കും അവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും, അവരുടെ അവധി വന്നെത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷ നേരം, ഒരു ചെറിയ സമയം മുന്നിടൂല, ബേക്കുകൂല, മുന്നിക്കൂല. ആ സമയം എത്തിയാൽ നമ്മുടെ ശരീരം, നമ്മുടെ റൂഹ് വേർപിരിയും, നമ്മുടെ റൂഹിനെ മലക്കുകൾ ഏറ്റെടുക്കും. അത് അള്ളാന്റെ തീരുമാനമാണ്, അചഞ്ചലമായ നിയമമാണ്. അതുകൊണ്ട് തന്നെ ആ മരണത്തിന് മുമ്പ് മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരിൽ ആരാണ് നല്ല ആളുകൾ, നന്മ ചെയ്യുന്ന ആളുകൾ ആരാണ്, നല്ല മനുഷ്യന്മാരാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു, ആർക്കാണോ ദീർഘായുസ് ലഭിക്കുന്നത് അവരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല ആളുകൾ. കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടുക അതൊരു നല്ല അടയാളമാണ്. പക്ഷെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂടി ഒരു വാചകം ചേർത്തിട്ടുണ്ട്. ആയുസ് കിട്ടുക എന്നത് മാത്രമല്ല, വഹസുന അമലുഹു, ആ ലഭിച്ച ആയുസ്സിൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ അവൻ നന്നാക്കുകയാണെങ്കിൽ അവനാണ് നല്ല മനുഷ്യൻ. പ്രവാചകന്റെ പ്രത്യേകതയാണ് ചെറിയ വാചകങ്ങളിലൂടെ വലിയ ആശയങ്ങൾ, വലിയ നന്മകൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഹദീത്തുകൾ അപ്രകാരം ക്രോഡീകരിച്ചിട്ടുണ്ട്. ചെറിയ വാക്കുകളായിരിക്കും, വലിയ ആശയങ്ങൾ നൽകുന്ന, മനുഷ്യർക്ക് പ്രചോദനമേകുന്ന ധാരാളം പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു വചനമാണ്. ആരാണ് മനുഷ്യരിൽ നല്ല ആളുകൾ? എന്തൊക്കെ മറുപടി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞ മറുപടി എന്താ? ആർക്കാണോ നിങ്ങളിൽ ആയുസ് ഏറെ കിട്ടിയത് ആ ആയുസ്സിനെ നന്മകൾ കൊണ്ട് ധന്യമാക്കുന്നവൻ അവനാണ് നല്ലവൻ. പ്രവാചകനോട് ചോദിച്ചു, ഫഅയ്യുന്നാസി ശർറുൻ, നബിയെ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാരാ, നല്ലവരല്ലാത്ത ആളുകൾ ആരാ? അതേ പ്രയോഗം നബി നടത്തി. മൻ ത്വാല ഉംറുഹു, ആയുസ് ലഭിച്ചു അയാൾക്ക്, കുറെ കാലം അയാൾ ജീവിച്ചു, പക്ഷേ വസഅ അമലുഹു, അയാൾ അമലൊന്നും ചെയ്തില്ല, അയാളുടെ അമലുകൾ നല്ലതല്ല, ദുഷിച്ച പ്രവർത്തികളുമായി കൊണ്ടാണ് അയാൾ ജീവിച്ചത്. സഹോദരങ്ങളെ, ഈ ഹദീസ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ വെക്കുകയാണ്. നമ്മൾ നല്ലവരാണോ, നമ്മൾ ഏറ്റവും മോശപ്പെട്ട ആളുകളാണോ? ഇതിൻ്റെ മറുപടി ഒരു പ്രസംഗികനോ ഒരു എഴുത്തുകാരനോ പറയേണ്ടതല്ല. ഇതിൻ്റെ മറുപടി നമ്മൾ സ്വയം പറയേണ്ട മറുപടിയാണ്. ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് ലഭിക്കുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ നല്ലവനാണോ, ഞാൻ മോശം മനുഷ്യനാണോ എന്ന് എനിക്ക് ലഭിക്കുന്ന ഒരു മറുപടിയുണ്ട്. കാരണം എനിക്കറിയാം എൻ്റെ നമസ്കാരം എങ്ങനെയുള്ളതാണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ നമസ്കാരം എങ്ങനെയുള്ളതാണ്. എവിടെയായിരുന്നു ഇന്നത്തെ സുബഹി നമസ്കാരം? ഇന്ന് നമ്മൾ എവിടുന്നാ സുബഹി നമസ്കരിച്ചത്?
ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ഇതുവരെയുള്ള സമയങ്ങൾ എങ്ങനെയായിരുന്നു? സ്വയം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ നല്ലവരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നത് വിമർശനത്തിന്റെ വാചകമല്ല, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യം എന്താ? വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരണം എന്നുള്ളതാണ്. നമ്മൾ പള്ളിയിൽ വന്ന ആൾക്കാരാണ് അല്ലെ, നമ്മളെല്ലാവരും പള്ളിയിൽ വന്ന ആൾക്കാർ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ അലസത കാരണം പള്ളിയിലേക്ക് വൈകി വരുന്ന എത്രയോ മനുഷ്യന്മാരില്ലേ? ഒരു കാരണമല്ല നമുക്ക്. വെള്ളിയാഴ്ച പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു അവസാന സമയത്ത് വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ അലസത കാരണമാണ് നമ്മൾ ജുമാക്ക് വൈകി വരുന്നത് എങ്കിൽ നമ്മളെങ്ങനെ നല്ല മനുഷ്യന്മാരാകാം? നമ്മളെങ്ങനെ അള്ളാഹിന്റെ കൽപ്പന കേട്ട ആൾക്കാരാകാം? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകിയ റബ്ബ്, നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ച സർവ്വലോക രക്ഷിതാവായ പടച്ച തമ്പുരാൻ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളിൽ പല ആൾക്കാരും പള്ളിയിലേക്ക് നേരം വൈകുന്നത്. മൊബൈലിൽ തോണ്ടിയിരിക്കും അല്ലെ, കൂട്ടുകാരത്ത് വർത്താനം പറയും. ഇതൊക്കെ ആരാ നമുക്ക് നൽകിയത്? നമ്മുടെ റബ്ബാണ്, പടച്ചവനാണ്. ആ റബ്ബ് നമ്മളോട് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം എന്താ നിങ്ങൾ നേരത്തെ പള്ളിയിൽ വരണം. മലക്കുകൾ എഴുന്നേറ്റ് പോകുന്നൊരു സമയമുണ്ട്. മിമ്പറിലേക്ക് ഇമാം കടന്നു വന്നാൽ, മിമ്പറിലേക്ക് ഇമാം പ്രവേശിച്ചാൽ മലക്കുകള് അവര് പേനൊക്കെ മടക്കി വെച്ച് അവിടെ ഇരിക്കുന്ന, അവര് ഖുതുബ കേൾക്കാൻ ഇരിക്കുന്ന. എന്റെ വാചകമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാലും വീണ്ടും വീണ്ടും പറയുന്നു, ഈ പള്ളിയിൽ വരുന്ന എന്റെ സഹോദരങ്ങളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറഞ്ഞാലും, മറിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. മിമ്പറുകൾ എന്തിനാണ്? ഖുതുബകൾ എന്തിനാണ്? ഇതുകൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ നേരത്തെ വരുന്ന ആൾക്കാരാകണം. കാരണം അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് സ്കൂളിലാണ്, ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂൾ വിട്ട് ഭക്ഷണം കഴിച്ച് വേണം അവർക്ക് പള്ളിയിലേക്ക് വരാൻ. പക്ഷെ ഇന്നൊരു അവധി ദിവസമാണ്. നമ്മുടെ കുട്ടികൾ എവിടെ? രക്ഷിതാക്കൾ സ്വയം ആലോചിക്കണം. നമ്മുടെ കുട്ടികളെ കുറിച്ച് പരാതിയാണ്, പരിഭവത്തിലാണ്. നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നു, നിങ്ങളൊന്ന് സംസാരിക്കുന്ന ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു പരിധിവരെ നമ്മളതിന് കാരണക്കാരാണ്. നമ്മുടെ മക്കളെ നമ്മൾ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ സുഖമായിട്ട് ഉറങ്ങാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ ലോകത്താണ്. അവരുടെ ലോകത്ത് നിന്ന് അവരെ ദീനിന്റെ ലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ കൂട്ടിവരാൻ രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റുമെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ അപാകതകളുണ്ടോ ഒന്ന് സ്വയം വിലയിരുത്തി, സ്വയം പരിശോധിച്ച് ആ തെറ്റുകൾ തിരുത്തി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വരാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ഉള്ള കാലം, എത്ര കാലമാണ് നമ്മൾ ജീവിക്കുക, ആ കാലം അത്രയും ഒരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ പരിശോധിക്കണം, നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. ദീനുമായി കൊണ്ട് നമ്മൾ ബന്ധപ്പെടണം. ദീനുമായി ബന്ധപ്പെടുകയും ദീനിന്റെ സദസ്സുകളിൽ, ദീനിന്റെ സാഹചര്യങ്ങളിൽ ഒത്തുകൂടുകയും ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമ്മൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. മറ്റുള്ള ദീനിൽ നിന്ന് അകറ്റുന്ന സദസ്സുകളുണ്ട്. ആ സദസ്സുകളിലേക്കല്ല നമ്മുടെ മനസ്സിനെ നമ്മൾ ചേർത്തു വെക്കേണ്ടത്. ദീനിന്റെ സദസ്സുകളാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളിൽ ആരാ? ഒരു കൂട്ടം ആളുകൾ അവർ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അവര് പള്ളികളുമായി അലാക്കാത്തുള്ള ആളുകളാണ്, ദീനുമായി ബന്ധമുള്ള ആളുകളാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ്. ആ ഒരു കൂട്ടത്തിലേക്ക് ചേരുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതിന് പഠനം അനിവാര്യമാണ്. നന്നായി ദീന് പഠിക്കുമ്പോഴാണ്, അള്ളാഹുവിനെ അറിയുമ്പോഴാണ്, പ്രവാചകനെ മനസ്സിലാക്കുമ്പോഴാണ് ദീനിലേക്ക് നമ്മൾ അടുക്കുക. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയും, നല്ല വായനയുണ്ടാകണം, ദീനിയായ വായനയുണ്ടാകണം. നോക്കൂ, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പത്രം വരുത്തുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള പലതും നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ ദീനിയായ വായന എവിടെയാണ്? വിശുദ്ധ ഖുർആന്റെ പാരായണം എവിടെയാണ്? നമുക്കൊരവസരമുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ചുമരിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, നേർപ്പദം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം. ഞാൻ പരസ്യം പറയാൻ വേണ്ടി പറയുന്നല്ല, എനിക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പെന്ന് പറഞ്ഞാൽ അതിൽ നിലപാടുകൾ സ്വീകരിക്കാൻ, വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട, മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന ശക്തമായ വരികളുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. നമുക്ക് വരുത്താൻ പറ്റും. അത് നിങ്ങൾ വരുത്തിയത് കൊണ്ട് വ്യക്തിപരമായി എനിക്ക് അതൊരു നേട്ടമല്ല. ഞാനത് പറയാൻ കാരണം അതിൻ്റെ ഒരു വായനക്കാരനാണ്. അത് വായിക്കണമെന്ന്, മറ്റുള്ളവർ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ മിമ്പറിൽ വെച്ച് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ഈ പള്ളിയുടെ പ്രവർത്തകരുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ വീടുകളിലേക്ക് അത് വരുത്താം. നമ്മുടെ കുട്ടികൾ അത് വായിക്കണം. ഞാൻ എൻ്റെ മക്കളോട്, എനിക്കറിയാം ഈ ഖുത്ബ എൻ്റെ കുടുംബം കേൾക്കുമെന്ന്, ഞാൻ എൻ്റെ മക്കളോട് നിർബന്ധം പറഞ്ഞ വാചകം, രണ്ടുപേരും പൂർണ്ണമായിട്ട് ഇത് വായിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ്. അത് വായിച്ചിട്ടാകണം അടുത്തുള്ള ജോലികൾ തീർക്കേണ്ടത്. കാരണം അതിൽ നിലപാടുകളുണ്ട്, ദീനനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുമെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ അത്തരമൊരു പ്രസിദ്ധീകരണം,
നന്മ നിറഞ്ഞ ദീന് പഠിക്കുന്ന ഒരു പ്രസിദ്ധീകരണമെങ്കിലും വരുത്താൻ, അത് നമ്മുടെ ഭാര്യയും മക്കളും നമ്മളും ഒക്കെ വായിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.